ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനായി മല്ലികാർജുൻ ഖാർഗെ തെരഞ്ഞെടുത്തു. മുന്നണിയുടെ ഇന്ന് ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ 9 സീറ്റ് വരെ നൽകാമെന്ന് സമാജ്വാദി പാർട്ടി യോഗത്തിൽ അറിയിച്ചു. ധനസുമോദുണ്ട് വിവരങ്ങൾ നൽകാനായി. ധനസുമോദ്, ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനായി ഖാർഗെ തെരഞ്ഞെടുത്തത് ഏകകണ്ഠമായിരുന്നു. മറ്റാരുടെയെങ്കിലും പേര് നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നു? മല്ലികാർജുന ഖാർഗെ അധ്യക്ഷ പദത്തിലേക്ക് അദ്ദേഹത്തിന്റെ പേരാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ ഐക്യകണ്ഠമായിട്ട് തന്നെയാണ് ഉയർന്നത്. ഇതിനുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ല. കാരണം പ്രധാനപ്പെട്ട 2 നേതാക്കൾ ഇന്ന് ചേർന്ന ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ബംഗാളിൽ നിന്നുള്ള മമതാ ബാനർജി, ഉത്തർപ്രദേശിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടി ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവരാണ് ഇന്ന് ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. കാരണം അവരതിന് ചൂണ്ടിക്കാട്ടുന്നത് ഓൺലൈൻ യോഗം വളരെ പെട്ടെന്ന് തന്നെ വിളിച്ചതായിരുന്നു. അതുകൊണ്ട് മുൻകൂട്ടി പല പദ്ധതികളും പരിപാടികളും ഏറ്റതുകൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്നത് തന്നെയായിരുന്നു. ഏതായാലും ഈ 2 നേതാക്കളുമായി അവർ ആശയവിനിമയം നടത്തിയതിനു ശേഷം മാത്രം പ്രഖ്യാപിച്ചാൽ മതി. എല്ലാവർക്കും പൂർണ്ണ ഒരു സമ്മതമാണെങ്കിൽ മാത്രം ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായാൽ മതി എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജുന ഖാർഗെയും കൺവീനറായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെയുമാണ് പ്രഖ്യാപിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ളൊരു ഭാരവാഹിത്വം താൻ ഒരു തരത്തിലുള്ളൊരു ഭാരവാഹിത്വവും ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാട് നിതീഷ് കുമാർ എടുത്തു എന്നാണ് നമുക്ക് ഇപ്പോൾ വിവരം കിട്ടുന്നത്. പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരുന്നതേയുള്ളൂ. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു. 9 സീറ്റ് വരെ കോൺഗ്രസിന് വിട്ടു നൽകാമെന്ന് പറയുമ്പോൾ അത് കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. നമുക്കറിയാം, നേരത്തെ മധ്യപ്രദേശിൽ ഈ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ഒരു പോര് തന്നെ ഉടലെടുത്തിരുന്നു. പക്ഷെ അതൊക്കെ മറന്ന് കൊണ്ട് ഉത്തർപ്രദേശിലേക്ക് എത്തുമ്പോൾ കൂടുതൽ സമവായത്തിലേക്ക് SP നീങ്ങുകയാണ്. ഉത്തർപ്രദേശിലേക്ക് നേരത്തെ ഒരു സീറ്റ് ചർച്ച ആരംഭിച്ചിരുന്നെങ്കിൽ പോലും എത്ര സീറ്റിലാണ് മത്സരിക്കാൻ തങ്ങൾക്ക് താല്പര്യം എന്നുള്ള കാര്യം കോൺഗ്രസ് അങ്ങോട്ട് അറിയിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് ഒരു പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പാണ്ഡെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോയത്. ചർച്ചകൾ മുന്നോട്ട് പോയപ്പോൾ പ്രധാനമായും ഈ 80 സീറ്റുകളാണ് ഉത്തർപ്രദേശിലുള്ളത്. ഇതിൽ 65 സീറ്റും സമാജ്വാദി പാർട്ടി മത്സരിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നീടുണ്ടാവുന്ന 2 ഘടകകക്ഷികളായി ഈ സഖ്യത്തിൽ തന്നെ RLDയുമുണ്ട്, കോൺഗ്രസുമുണ്ട്. ഇവർക്ക് 15 സീറ്റുകൾ വീതം നൽകാമെന്നാണ് ധാരണയുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് 7 മുതൽ 9 സീറ്റ് വരെ കോൺഗ്രസിന് നൽകാമെന്നാണ് ഇപ്പോൾ രാംഗോപാൽ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെയാണ് അഖിലേഷ് യാദവ് ഒരു ചർച്ചയ്ക്ക് വേണ്ടി തങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടി ഇന്ത്യ മുന്നണി യോഗത്തിലേക്ക് തന്നെ നേരത്തെ അറിയിച്ചിരുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അതുകൊണ്ട് വരും ചർച്ചകളിലൂടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്നും ഇന്ത്യ മുന്നണിക്ക് ഒരു പൊതു സ്ഥാനാർത്ഥിയായിട്ട്, സംയുക്ത സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരാളെ തന്നെ, അതും BJPയെ തോൽപ്പിക്കാൻ ശേഷിയുള്ള ഏറ്റവും മികച്ച പാർട്ടി ഏത് അവർക്ക് കൊടുക്കാം. അതേസമയം BJPക്ക് താരതമ്യേന ശക്തി കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ, ഉദാഹരണത്തിന് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി പരസ്പരം മത്സരിക്കാമെന്നുമാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. TMCയും സമാജ്വാദി പാർട്ടിയുമായിട്ടുള്ള സീറ്റ് ചർച്ചകളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഗോവ അടക്കമുള്ള സ്ഥലങ്ങളിൽ, ഗുജറാത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ തങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ 7 സീറ്റുള്ള ഡൽഹിയിലെ 4 സീറ്റും കോൺഗ്രസിന് നൽകാമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ ധാരണയായിരിക്കുന്നത്.